പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം. ബജറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരികയാണ്. ജിഷ്ണു പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കാർഷിക മേഖലയാണ്. ഭാരതത്തിന്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ഏകദേശം 40% ജനത കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഉൽപാദനം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ പുതിയ പാക്കേജുകൾ അത് ഓരോരോ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത് 6000 രൂപ കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയാണ്. അതിലേക്ക് പണം മാറ്റിവെക്കും. ഒപ്പം വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ, കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ മേഖലയാണ്. ഇന്ന് ഭാരതത്തിന്റെ അത്യാധുനിക ഭാരതം ആഭ്യന്തരമായി ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു. നന്ദ, ഇപ്പോ ജിഷ്ണു പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പ്രതിരോധ മേഖലയിൽ എന്തായിരിക്കും ബജറ്റിൽ നീക്കിവെക്കാൻ പോകുന്നതെന്ന്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ്. നമുക്കിപ്പോൾ ശത്രു 2 അല്ല 3 കാരണം ബംഗ്ലാദേശ് കൂടി ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മുടെ അതിർത്തി പഴുതടച്ച് സംരക്ഷിക്കേണ്ട കാര്യമാണ്. ബജറ്റ് അലോക്കേഷനിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കാര്യമായി നീക്കിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കൂടുതലായും ഉപയോഗിച്ചത് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച ഓരോ ആയുധങ്ങളായിരുന്നു എന്നുള്ളത് സവിശേഷതയാണ്. ഇതേ തദ്ദേശീയത കൂടുതൽ വ്യാപിപ്പിക്കുക, അതായത് സമസ്ത മേഖലയിലേക്കും ഈ തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതിലുപരി ഈ പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തദ്ദേശീയ ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടിയുണ്ട് നന്ദൻ, കാരണം ഈ ഡ്രോണുകൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും അധികം നമ്മളെ നേരിട്ടത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു. അത് തുർക്കിയുടെ കൂടി സഹായത്തോടെയാണ്. ഇൻഡിജീനിയസ് ഡ്രോണുകൾ ഉണ്ടാക്കുക, അത് വിന്യസിക്കാനുള്ള നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് നൽകി ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ വിന്യസിക്കാനുള്ള ഒരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അത്തരം ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. സ്വാഭാവികമായും DRDO അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, അതായത് ഈ പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ വികസനം എത്തിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് പ്രതിരോധ മേഖലയ്ക്ക് അർഹമായ പങ്ക് ഉണ്ടാകും. അതിനെല്ലാം ഉപരി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ തദ്ദേശീയത നിഴലിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് തദ്ദേശീയമായി ഭാരതം നിർമ്മിച്ച ആയുധങ്ങൾ അത് ഇതിനോടകം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്യപ്പെടുന്നു. മറ്റ് രാജ്യങ്ങൾ അത് ആവശ്യപ്പെട്ട് ഭാരതത്തിന് മുന്നിൽ നിൽക്കുന്നു. ആ ആവശ്യങ്ങൾ നികത്തുവാൻ വേണ്ടി ഭാരതത്തിന് സാധിക്കുക എന്നുള്ളത് സ്വാഭാവികമായും തദ്ദേശീയമായി കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുക കൊണ്ടാണ്. ഒരു ചോദ്യം കൂടി, കാരണം ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ടാണ്. പ്രൈം മിനിസ്റ്ററുടെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജിഷ്ണു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിൽ ഈ AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് എടുത്തു പറയേണ്ടത്, നമ്മുടെ അശ്വിനി വൈഷ്ണവ് ഒരു ആഗോള വേദിയിൽ പോയിരുന്ന് ഭാരതത്തിന്റെ സ്ഥാനം AI അതോടൊപ്പമുള്ള മേഖലകളിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇതിലൊക്കെ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഒരു ബജറ്റ് അലോക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായും AI നിർമ്മിത ബുദ്ധിയിലേക്ക് അത് രാജ്യത്തിന്റെ പ്രഖ്യാപിത നയം കൂടിയാണ്. അതായത് പരമ്പരാഗത അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ എത്രത്തോളം കൈചേർത്ത് പിടിക്കുന്നുവോ അത്രത്തോളം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് AI സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും ഉറപ്പാക്കുന്നതിന്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സംസാരിച്ച പ്രതിരോധ മേഖലയിൽ അതിന് വലിയ പങ്ക് ഭാവിയിൽ വഹിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതിന് പുതിയ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്നതിന്, അതിലേക്ക് കൂടുതൽ സംരംഭകരെ എത്തിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഒപ്പം ബജറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരിക ഒന്ന് നികുതിയാണ്, ആദായ നികുതി. അതിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിൽ ഒരു വിപ്ലവകരമായ മാറ്റം രാജ്യത്ത് നികുതി ഘടനയിൽ കൊണ്ടുവരികയും 12 ലക്ഷം വരെ ആദായ നികുതി ഒഴിവാക്കിക്കൊണ്ട് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്ത് വന്നത്. അതുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനങ്ങൾ ആദായ നികുതി ഇളവിൽ ഉണ്ടാവില്ല എങ്കിൽ പോലും ഇന്നലെ ചില മാധ്യമങ്ങളിൽ ചില സാമ്പത്തിക വിദഗ്ധർ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അങ്ങനെ ഇത്തവണ നികുതി ഇളവുമായി ബന്ധപ്പെട്ടോ മറ്റോ അങ്ങനെ വലിയൊരു വിപ്ലവകരമായ പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതില്ല. ജിഷ്ണു ചൂണ്ടിക്കാണിച്ചത് കാരണം ഇതിനോടകം തന്നെ കാര്യമായ രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലൊരു വിപ്ലവകരമായ മാറ്റമാണ് ആദായ നികുതി ഘടനയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ GST മേഖലയിൽ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്ന പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ എന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതായത് കേരളത്തിലുണ്ട്, ബംഗാളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അസമിലുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 11 വർഷത്തെ അവരുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ അങ്ങനെ ഒരു പാമ്പറിംഗ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ തീർച്ചയായും ഏതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ഭരണം നിർവഹിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഉതകുന്ന അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന ചില പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അതിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന്റെ ആവശ്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് വലിയ ആവശ്യങ്ങളാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ ആ ആവശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ട് കേന്ദ്രം സംസ്ഥാനത്തിന് ഫണ്ട് നൽകുന്നുണ്ട്. ആ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു, ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ തിരിച്ചു നൽകിയാൽ തിരിച്ചു വീണ്ടും പണം സംസ്ഥാനത്തിന് ലഭിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ കേരളത്തില് ഇപ്പോ നമ്മുടെ ധനമന്ത്രി 27 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവരുടെ ആവശ്യങ്ങൾ കേരളം നടത്തിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇപ്പോൾ ജിഷ്ണു പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി അവതരിപ്പിക്കുന്നതല്ല കേന്ദ്ര ബജറ്റ്. അത് ഈ രാജ്യത്തിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കുന്നതാണ്. മാത്രമല്ല പാമ്പറിംഗ് നരേന്ദ്രമോദിയുടെ അജണ്ടയിലേ ഇല്ല എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് ഇതിനോടകം തന്നെ മതിയായ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം നിക്ഷേപങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. നമുക്ക് വന്ദേ ഭാരത് തന്നു, നമുക്ക് അമൃത് ഭാരത് എക്സ്പ്രസ് തന്നു. കേരളം എന്താണോ ആവശ്യപ്പെടാതെ കൊടുത്തിട്ടുള്ളത് അതിന്റെ എണ്ണം എടുത്താൽ പറയാൻ ധാരാളം ഉണ്ടാവും. സ്വാഭാവികം അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. എങ്കിലും ശ്രീകാന്ത്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള അവകാശവാദങ്ങൾ ഉണ്ടാകും, ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനം എയിംസ് ആണ്. കാലാകാലങ്ങളിലായി കേരളത്തിലെ എയിംസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിൽവർ ലൈൻ പദ്ധതി, ആ പദ്ധതി ഇപ്പോൾ അത് അതെ സിൽവർ ലൈൻ പദ്ധതി പോയി, പകരം ഏതെങ്കിലും പദ്ധതി വരുമോ എന്നുള്ളതാണ്. കേരളയിൽ നടക്കില്ല എങ്കിൽ തന്നെയും മറ്റേതെങ്കിലും ഹൈസ്പീഡ് റെയിൽ പദ്ധതി വരുമോ എന്നുള്ളത് കേരളം കാത്തിരിക്കുന്നുണ്ട് സ്വാഭാവികമായും. ഒപ്പം തന്നെ വിഴിഞ്ഞം ഒരു പ്രധാന ഘടകമാണ്. ആ വിഴിഞ്ഞത്തിന്റെ വികസനത്തിനായിട്ട് കേരളം കാത്തിരിക്കുന്നു. ഇങ്ങനെ കേരളം കാത്തിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ശബരി റെയിൽപാതയുണ്ട്, അതേപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. മാത്രമല്ല ഇനി തമിഴ്നാടുണ്ട്, അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോരി നൽകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വ്യക്തമാക്കിയത്. പല മാധ്യമങ്ങളിലൂടെയും അതേപോലെ ഈ മാധ്യമങ്ങളിൽ നമ്മളും മാധ്യമ പ്രവർത്തകരാണ്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാം. നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റുകളൊക്കെ തന്നെ ധാരാളം കണ്ടതാണ്. അല്ലാതെ ഈ വരുന്ന വാർത്തകൾക്കും യാഥാർത്ഥ്യവും തമ്മിൽ പുലബന്ധം എങ്കിൽ തന്നെയും നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ബീഹാറിന് വേണ്ടി മഖാന ബോർഡ് രൂപീകരിച്ചു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പൊടിക്രിയകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജിഷ്ണു, ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ബജറ്റിന് തൊട്ട് മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ കുറേ അവകാശവാദങ്ങൾ ഉന്നയിക്കും, കേരളത്തിലെ രാഷ്ട്രീയക്കാർ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിനുശേഷം മാധ്യമങ്ങൾ അത് വെച്ച് എഴുതി പിടിപ്പിക്കും, ഇത് കിട്ടാൻ പോകുന്നു, അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു, ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾ എന്ന്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിന്റെ ഒരു പ്രത്യേകത നേരത്തെ ജിഷ്ണു തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് കൂടി ലക്ഷ്യമിട്ടുള്ളതായിരിക്കും. അങ്ങനെ ആരെയെങ്കിലും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുപോകില്ല. തൊട്ടു പിന്നാലെ ഇവരുടെ ഭാഗത്തുനിന്നും ബജറ്റ് കഴിയുമ്പോൾ വരുന്ന ആദ്യത്തെ ഇത് കേരളത്തെ അവഗണിച്ചു എന്നുള്ളതാണ്. ഇക്കുറിയും പ്രതീക്ഷിക്കായിരിക്കും അല്ലേ? അത്തരം അവകാശവാദങ്ങളും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും തീർച്ചയായും ഉണ്ടാകും. അത് എന്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടായാലും അതുണ്ടാകും എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. മറിച്ച് യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഈ ഒരു സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ശൈലി പരിശോധിക്കുമ്പോൾ ബജറ്റിൽ മാത്രമല്ല, ബജറ്റിലല്ലാതെയും നിരവധി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്തിലേക്കും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ, പിന്നീട് അതിലേക്ക് ഫണ്ട് മാറ്റിയിരുത്താൻ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ശൈലി കേന്ദ്ര സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിന് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നതിന്റെ ലിസ്റ്റ് എടുത്താൽ ഈ അഭിപ്രായങ്ങൾ, ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയാകും. ഒപ്പം കേരളം ഇത്തവണ ആവശ്യപ്പെട്ടത് 21,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ്, പ്രതിരോധ ഇടനാഴി, കാർഷിക മേഖലയിൽ പ്രത്യേക പാക്കേജ്, പ്രത്യേക പരിഗണന. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഒപ്പം അതിവേഗ റെയിൽ. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഈ അപകടമുണ്ടായാൽ
നിതിൻ ഗഡ്കരിയുടെ പ്രസംഗമായിരിക്കും. അപകടമുണ്ടായാൽ തുക അനുവദിക്കും എന്ന രീതിയിൽ ബാലഗോപാലിന്റെ ഒരു പ്രസംഗം വന്നിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നേരത്തെ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചതാണ്. അത് ജിഷ്ണു അറിയാമെങ്കിലോ? എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തും അപകടം സംഭവിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നവർക്ക് ആദ്യത്തെ 7 ദിവസത്തെ ചികിത്സ, അതിനൊരു തുക പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഉറപ്പാക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒരു സംശയമില്ലാതെ മുൻപേ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇപ്പോൾ ധനമന്ത്രി സംസ്ഥാനത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു വലിയ വിമർശനം നേരത്തെ BJP ഉൾപ്പെടെ കാര്യമായി ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കും, അത് പേരുമാറ്റി സംസ്ഥാനം അവരുടെ പദ്ധതിയായി കൊണ്ടുവരും എന്നുള്ള വിമർശനങ്ങൾ. അടിച്ചു വയ്ക്കുന്ന ചെലവില്ലല്ലോ പേരുമാറ്റുന്നതിന്, സ്വാഭാവികം അത് ചെയ്യാവുന്നതുമാണ്. ഇപ്പോ നന്ദ, ഞാനൊരു കാര്യം, നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം കൃഷ്ണ പറയുകയും ചെയ്തു. മനസ്സിരുത്തി എന്ന് പറഞ്ഞു, നന്ദൻ കൊല്ലംകാരനാണ്. സ്വാഭാവികമായും അവിടെ ഈ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് എന്നും പറഞ്ഞിട്ട് ചർച്ച തുടങ്ങിയിട്ട് ഒരു 40 കൊല്ലം എങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ NK പ്രേമചന്ദ്രൻ മുമ്പ്, അദ്ദേഹം ഇവിടുത്തെ സീനിയർ പാർലമെന്റേറിയനാണ്. അദ്ദേഹമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കാലത്ത് അത്രയധികം മന്ത്രിമാരുണ്ടായിരുന്നു. ശരിക്കും ഈ സംഗതി വന്നത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മനുഷ്യൻ മന്ത്രിയായി എത്തിയതിനു ശേഷം. തീർച്ചയായിട്ടും ഈ മുൻകാല ബജറ്റുകളിൽ നിന്നൊക്കെ ജിഷ്ണു പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ബജറ്റ് അലോക്കേഷൻ അല്ല നരേന്ദ്രമോദി സർക്കാർ വികസനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ബജറ്റ് അലോക്കേഷൻ അപ്പുറം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർത്തെടുത്താൽ കേരളത്തിന് തന്ന അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാൻ സാധിക്കും. അതായത് കൊല്ലം ബൈപ്പാസ് മാത്രമല്ല, ഇപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് വരാൻ പോകുന്നു. അങ്ങനെ ബൈപ്പാസുകളുടെ എണ്ണം മാത്രമല്ല, ഈ പുതിയ പാത നിർമ്മാണം തന്നെ, ദേശീയപാതയുടെ പുതിയ നിർമ്മാണം തന്നെ നോക്കൂ, എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയത്, എത്ര നാളുകൊണ്ട് മുറവിളി കൂട്ടുന്ന കാര്യമാണ്. അത് എന്നാണ് യാഥാർത്ഥ്യമായത് എന്ന് പരിശോധിച്ചാൽ അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണ്, നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായതിൽ പിന്നെയാണ്. കൃത്യമായ അർഹമായ പരിഗണന ഈ ഒരു വിഷയത്തിൽ കേരളത്തിൻ്റെ ഗതാഗത മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിപ്പം റോഡ് മാത്രമല്ല, റെയിൽ ഗതാഗതം പരിശോധിച്ചാൽ ഈ അടുത്ത സമയത്ത് തന്നെ എത്ര പുതിയ ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി തന്നെ ഇനിയിപ്പോൾ ശബരി റെയിൽപാതയുടെ എന്താകും, ശബരി റെയിൽപാത എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഈ ബഡ്ജറ്റിൽ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ തുക മാറ്റിവെക്കുമോ എന്നുള്ളത് കാര്യം പറഞ്ഞോട്ടെ. 93 വയസ്സുള്ള ഒരു എല്ലാവരും ആരാധിക്കുന്ന ഒരു വയോവൃദ്ധൻ, ഈ ഡൽഹിയിലെ തണുപ്പ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വന്ന് കേരളത്തിലെ റെയിൽ പാതയ്ക്ക് വേണ്ടി, കേരളത്തിലെ ട്രെയിൻ യാത്ര ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ ഇവിടെ വന്ന് അശ്വിനി വൈഷ്ണവിനെ കണ്ടിട്ട് തിരിച്ചുപോയി. ആ മനുഷ്യന്റെ പേര് ഞാൻ പറയണ്ടല്ലോ. അപ്പോ അദ്ദേഹം ഇവിടെ എത്തി, ഇവിടെ സംസാരിച്ചു. നമ്മുടെ മെട്രോമാൻ ശ്രീധരനാണ് ഡൽഹിയിൽ വന്ന് ആ മനുഷ്യൻ ഇവിടെ എത്തി അശ്വിനി വൈഷ്ണവുമായി സംസാരിച്ചു. നമ്മുടെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പാക്കിയെടുക്കാൻ, അതിവേഗ പാത, അത് റെയിൽ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിപ്പോയതാണ്. അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ സംസ്ഥാന സർക്കാർ കൂടി കാണിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ബജറ്റ് അലോക്കേഷനിൽ സ്വാഭാവികമായും നമ്മൾ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏവരും ഉറ്റുനോക്കുന്നത് ഈ പ്രധാനമായും ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം വേറെ ഏതെങ്കിലും പദ്ധതി വരുമോ എന്നുള്ളത് ഏവരും ആകാംക്ഷയോടുകൂടി നോക്കി നോക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രീധരനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അറിയാമല്ലോ. മുഖ്യമന്ത്രിയും ശ്രീധരനും തമ്മിൽ തർക്കം നിൽക്കുന്നു. RRTS നടക്കില്ല എന്ന് ശ്രീധരൻ പറയുന്നു, എന്നാൽ അത് നടപ്പാക്കുമെന്ന് സർക്കാർ പറയുന്നു. അങ്ങനെ ചില തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ബഡ്ജറ്റിൽ കേരളത്തിന് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഹൈസ്പീഡ് റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുമോ, സിൽവർ ലൈൻ അല്ലാതെ മറ്റേതെങ്കിലും പദ്ധതി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ റെയിൽവേ അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക്, റെയിൽ ഗതാഗത മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അമൃത് പദ്ധതിയിൽ എത്ര റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചു എന്നുള്ളത് കാണണം നമ്മൾ. അതിൽ തിരുവനന്തപുരം ഉദാഹരണമാണ്, അതേപോലെ തന്നെ കൊല്ലം ഉദാഹരണമാണ്. അങ്ങനെ നിരവധി സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു എയർപോർട്ടിൽ ഏതെല്ലാം രീതിയിലുള്ള സജ്ജീകരണങ്ങളുണ്ടോ ആ സജ്ജീകരണങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനുകളിൽ ക്രമീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ജിഷ്ണു, ഞാനേ ഇപ്പൊ നന്ദൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു തുടങ്ങിയാൽ ഈ റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യ വികസനം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് വളരെ വലുതാണ്. ഈ ബജറ്റ് അലോക്കേഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞു, AI സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യം പറഞ്ഞു, കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞു, ഒപ്പം തന്നെ ഉൽപാദന മേഖലയുടെ കാര്യം പറഞ്ഞു, ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് കാരണം ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 2027 മുതൽ ചാലുവായി തുടങ്ങിയാൽ എന്തായാലും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റൂ.
ഇതിനൊക്കെ അപ്പുറം വിടുന്ന മറ്റെന്തെങ്കിലും മേഖല ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാമർശിക്കാനുണ്ടോ? അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖല എന്നുള്ളത് വിദ്യാഭ്യാസവും തൊഴിലുമാണ്. ഇത് രാജ്യത്തെ യുവജനത കാത്തിരിക്കുന്ന രണ്ട് മേഖലകളാണ്. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാർക്ക് അവരുടെ ഉപരി പഠനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള എന്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ, ഒപ്പം ആരോഗ്യ മേഖല. ഈ മൂന്ന് മേഖലയിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ജിഷ്ണു. കാരണം കേരളത്തിൽ നമ്മൾ ആരോഗ്യ മേഖല നമ്മുടെ സംസ്ഥാനമാണ്, നമ്മൾ അഭിമാനത്തോടെ കാണുന്ന സംസ്ഥാനമാണ്. നമ്മളെ സംബന്ധിച്ച് മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനം തന്നെയാണ് നമ്പർ 1 എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. സ്വാഭാവികമായും ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചുകൂടി നീക്കിവെക്കണം എന്ന് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആഗ്രഹമില്ലേ? തീർച്ചയായും ആരോഗ്യ മേഖലയിൽ എയിംസ് നമുക്ക് വേണം, മലയാളി എന്ന നിലയിൽ ഒരു എയിംസ് വേണം എന്നൊരു ആഗ്രഹം തോന്നുന്നില്ല? അതൊരു തീർച്ചയായും ഉള്ള ആഗ്രഹമാണ് എയിംസ് എന്നുള്ളത്. പക്ഷേ നിലവിലുള്ള മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രി വരെയുള്ള ആശുപത്രികൾ എങ്ങനെ ക്രമീകരിക്കുന്നു, അതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമായി സംസ്ഥാന സർക്കാരിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പിഴവുകൾ എടുത്താൽ നമ്മൾ ഈ പുത്തൻപുലരി മുഴുവൻ സംസാരിച്ചാലും തീരത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒപ്പം ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ എയിംസ് എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ്. ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്നുള്ളത് എങ്ങനെയാണോ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച എത്തുന്നത് അതിനനുസൃതമായി ആരോഗ്യ മേഖലയിൽ പൊതുജന ആരോഗ്യത്തിന് ഫണ്ട് വിനിയോഗിക്കുക എന്ന കൃത്യമായി. കാരണം ആരോഗ്യ മേഖലയിലെ ഫണ്ട് വിനിയോഗിക്കുന്നത് തിരിച്ച് ഇൻകം കുറവുള്ളതാണ്. പക്ഷേ എങ്ങനെയാണോ രാജ്യം വളരുന്നത്, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും അടിസ്ഥാന വിദ്യാഭ്യാസം ഒരുക്കുന്നതിന് വേണ്ടി തുക മാറ്റിവെക്കുമ്പോൾ അത് തിരിച്ചു വരുന്നില്ല എന്നുള്ള. പക്ഷെ അത് നിക്ഷേപമാണ്, ഭാവിയിലേക്കുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുള്ള നിക്ഷേപമാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾക്ക് അനുവദിച്ച അരമണിക്കൂർ സമയം ഒറ്റ കാര്യം കൂടി, ഇന്നത്തെ ഈ ഒരു ക്രമീകരണങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ധനമന്ത്രി അല്പസമയത്തിനകം തന്നെ മന്ത്രാലയത്തിലേക്ക് ഇറങ്ങും. അവിടെ ഉദ്യോഗസ്ഥരുമായി അവസാനവട്ട കൂടിക്കാഴ്ചകളും ബജറ്റിന്റെ ഒരുക്കങ്ങളും പരിശോധിക്കും. തുടർന്ന് 10:15 മന്ത്രിസഭാ യോഗം ചേർന്ന് ബജറ്റിന് അംഗീകാരം നൽകും. തുടർന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തും. അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ബജറ്റിന് അംഗീകാരം വാങ്ങി രാഷ്ട്രപതിയിൽ നിന്ന് മധുരം സ്വീകരിച്ച ശേഷമായിരിക്കും 11 മണിയോടെ പാർലമെന്റിലേക്ക് എത്തും. പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും. ഇരുസഭകളെയും സാക്ഷി നിർത്തി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജിഷ്ണു ഇപ്പോൾ ബ്രീഫ് ചെയ്തതുപോലെയാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. ജനം ടിവിക്കൊപ്പം മാത്രം തുടരുക. ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മലയാളിയുടെ ദേശീയ മാധ്യമം അതാണ് ജനം ടിവി. ഓരോ ബജറ്റിന്റെ ഓരോ സ്പന്ദനവും ജനങ്ങളിലേക്ക് തത്സമയം ജനം ടിവി എത്തിക്കും. അത് 11 മണിക്ക് ബജറ്റ് തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല, അതിനു മുൻപായി തന്നെ നമ്മുടെ വിവിധ ഗസ്റ്റുകൾ വരാനുണ്ട്. സാമ്പത്തിക വിദഗ്ധർ നമ്മുടെ ഗസ്റ്റുകളായി ചേരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും മാറി മാറി ലൈവിൽ ഇതിന്റെ വിശദീകരണവുമായി വരും. നിങ്ങളെ കാണാൻ, പ്രേക്ഷകരെ കാണുന്നതിനും വിവരം അറിയിക്കുന്നതിനും വേണ്ടി, വിവരങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും കാണില്ല. അർഹിക്കുന്നത് കിട്ടിയില്ല, അവഗണിച്ചു തുടങ്ങിയ സ്ഥിരം പല്ലവികൾ കാണില്ല. എന്താണോ പ്രഖ്യാപിച്ചത് അത് നേരിട്ട് ജനങ്ങളിലേക്ക് നമ്മളും എത്തിക്കുന്നതായിരിക്കും. ജനം ടിവിക്കൊപ്പം തുടരുക. സ്റ്റേ ട്യൂൺ ടു ജനം ടിവി. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ ഡെസ്കിൽ, നമ്മുടെ ഫ്ലോറിൽ നമ്മളെ കാത്ത് നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും നമ്മുടെ സ്റ്റാർ ആങ്കർ രാഖിയും ഉണ്ട്, ചേരുന്നുണ്ട്. അപ്പോൾ ജിഷ്ണു, ഇനി ബജറ്റിന്റെ അടുത്ത വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തുടർച്ചയായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ അവരിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ അരമണിക്കൂർ നീണ്ടു നിന്ന ബജറ്റ് ഷോ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ശ്രീകാന്ത്, ജിഷ്ണു, നന്ദഗോപൻ. ഒപ്പം അവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഉണ്ണി കെ വാര്യരും കൃഷ്ണകുമാറുമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സ് ആണ് തലസ്ഥാനത്ത് നിന്ന് നമ്മുടെ സംഘം നൽകുന്നത്. എന്തായാലും നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആക്ഷനാണ് ഡൽഹിയിൽ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സ്വന്തം മന്ത്രാലയത്തിൽ പോകും. ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം ക്യാബിനറ്റ് യോഗം, അവിടെ ബജറ്റിന് അംഗീകാരം നൽകുന്നു. തുടർന്ന് രാഷ്ട്രപതിയുടെ അനുഗ്രഹം, അനുമതി വാങ്ങാനായി രാഷ്ട്രപതി ഭവനിലേക്ക്, അവിടെ നിന്ന് പാർലമെന്റിലേക്കും.